ഇന്ത്യയിൽ വിപ്ലവം വിരിഞ്ഞു. ഇത് അവസാനമല്ല, തുടക്കമാണ്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്ക് പിന്നാലെ അഭിജിത് ദീപ്കെ സമരക്കാരെ അഭിസംബോധന ചെയ്തത് ഇങ്ങനെയാണ്: അതെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ കുട്ടികൾ, നമ്മുടെ യുവത്വം വിജയിച്ചിരിക്കുന്നു. 12 വർഷത്തിനിടയിൽ സംഘപരിവാർ സർക്കാരിന്റെ ഒരു ആണിക്കല്ല് ഇളകിയിരിക്കുന്നു. ഇത് ഇന്ത്യയിലെ വിപ്ലവത്തിന്റെ തുടക്കമാണ്. ചിലതിന്റെയൊക്കെ ഒടുക്കത്തിന്റെ തുടക്കമായിരിക്കാം. പേടിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും നരനായാട്ട് നടത്തിയും തുറുങ്കിലടച്ചും നമ്മുടെ കുട്ടികളെ നേരിടാൻ ശ്രമിച്ച സർക്കാർ. എന്നാൽ പേടി എന്തെന്ന് അറിയാത്തവരെ പേടിപ്പിക്കാനേ ശ്രമിച്ചിട്ട് കാര്യമില്ലെന്ന് ആ ഭരണകൂടത്തിന് മനസ്സിലായി. ഒരിക്കലും വഴങ്ങില്ല എന്ന് പറഞ്ഞിരുന്നവർ, കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം നരനായാട്ട് നടത്തിയവർ, അവർ ഒടുവിൽ സമരം ആരംഭിച്ച 35-ാം നാളിൽ യുവത്വത്തിനു മുൻപിൽ, ക്രോക്രോച്ചുകൾക്ക് മുൻപിൽ മുട്ടുമടങ്ങിയിരിക്കുന്നു. രാജിവെക്കാതെ വേറെ വഴിയില്ലെന്ന് വന്നു. ഒടുക്കം അത് സംഭവിച്ചു. RSSനോട് ചേർന്ന് നിൽക്കുന്ന BJPയുടെ ഒഡീഷയിലെ മുഖമായ നരേന്ദ്രമോദി സർക്കാരിലെ പ്രധാന ആണിയായ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. ഏതൊരു ജനാധിപത്യ രാജ്യത്തിന്റെയും ഏറ്റവും വലിയ ശക്തി അതിന്റെ യുവത്വമാണ്. അനീതിക്കെതിരെ ഉയരുന്ന അവരുടെ ചോദ്യങ്ങളാണ്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ഡൽഹിയുടെ തെരുവുകളിൽ നാം കണ്ടത് കേവലം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്കായുള്ള മുറവിളികളായിരുന്നില്ല, മറിച്ച് തങ്ങളുടെ ഭാവി ഇരുട്ടിലാക്കാൻ തുനിഞ്ഞിറങ്ങിയ ഭരണകൂടത്തിന്റെ തികഞ്ഞ അനീതിക്കെതിരെയുള്ള യുവത്വത്തിന്റെ ആത്മാഭിമാനത്തിന്റെ പോരാട്ടമായിരുന്നു. അധികാരത്തിന്റെ ഗർവിനും അടിച്ചമർത്തലുകൾക്കും കീഴടക്കാൻ കഴിയാത്ത യുവത്വത്തിന്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിലാണ് രാജ്യതലസ്ഥാനത്ത് കേന്ദ്ര ഭരണകൂടം മുട്ടുമടക്കിയിരിക്കുന്നത്. ആഴ്ചകളായി ഡൽഹിയിലെ ജന്തർ മന്ദറിൽ കൊടും ചൂടിലും പോലീസിന്റെ ലാത്തിചാർജിലും ചോര ചീന്തി പൊരുതിയ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ അധ്വാനത്തിന് നീതിയുടെ വിജയം കൈവരിച്ചിരിക്കുന്നു. വിയോജിപ്പിന്റെ ശബ്ദങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ച കേന്ദ്ര സർക്കാരിനെ വിറപ്പിച്ചുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഒടുവിൽ രാജിവെച്ചൊഴിഞ്ഞു. രാവും പകലുമില്ലാതെ തെരുവുകളിൽ കഴിഞ്ഞ ഒരു തലമുറയുടെ പോരാട്ട വീര്യമാണ് ഇന്ന് ചരിത്രം കുറിച്ചത്. ഇത് വെറും ഒരു രാജിയല്ല, അനീതിക്കെതിരെ ഭയമില്ലാതെ നെഞ്ചുവിരിച്ചു പോരാടിയ രാജ്യത്തിന്റെ യുവത്വത്തിനു മുൻപിൽ ഭരണകൂടം മുട്ടുമടക്കിയ ചരിത്ര നിമിഷമാണ്. വിയോജിപ്പിന്റെ ശബ്ദങ്ങൾ ഇല്ലാതാക്കാൻ ഭരണകൂടം ഏതറ്റം വരെ പോയാലും മഹാപ്രളയങ്ങളെയും ആറ്റോമിക് പ്രഹരങ്ങളെയും അതിജീവിക്കാൻ ശേഷിയുള്ള തോൽക്കാത്ത അതിജീവനത്തിന്റെ അടയാളമായ പാറ്റകളുടെ വീര്യത്തിനു മുൻപിൽ അസ്തമിക്കുന്നത് സർവ്വ നിരോധനങ്ങളുമാണ്. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നടന്ന വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത പ്രതിരോധത്തിന്റെ ചരിത്രമാണ് അടയാളപ്പെടുത്തിയത്. ദേശീയ പരീക്ഷാ ഏജൻസി NTA നടത്തിയ നീറ്റ്, UG, നെറ്റ് തുടങ്ങിയ നിർണായക പ്രവേശന പരീക്ഷകളിലെ ചോദ്യപേപ്പർ ചോർച്ചയും ക്രമക്കേടുകളും ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ ഭാവിയെയാണ് അനിശ്ചിതത്തിലാക്കിയത്. വർഷങ്ങളോളം രാപ്പകലില്ലാതെ കഠിനാധ്വാനം ചെയ്ത വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകളെ തച്ചുടച്ച ഭരണകൂട സംവിധാനങ്ങൾക്കെതിരെ ഉയർന്നു വന്ന പ്രതിഷേധം വെറും ഒരു മന്ത്രിയുടെ രാജിക്ക് വേണ്ടിയുള്ള മുറവിളി മാത്രമായിരുന്നില്ല, മറിച്ച് തങ്ങളുടെ ആത്മാഭിമാനവും ഭാവിയും സംരക്ഷിക്കാൻ ഇറങ്ങിത്തിരിച്ച യുവത്വത്തിന്റെ പോരാട്ടമായിരുന്നു. ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിന്റെ വിവാദപരമായൊരു പ്രസ്താവനയിൽ നിന്നും ബോസ്റ്റൺ യൂണിവേഴ്സിറ്റി മുൻ വിദ്യാർത്ഥിയും പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജിസ്റ്റുമായ അഭിജിത് ദീപ്കെ എന്ന 30-കാരൻ ഒരു തമാശ എന്ന നിലയിലാണ് ഈ പ്രസ്ഥാനത്തിന് തുടക്കമിട്ടത്. എന്നാൽ ഒരു ഗൂഗിൾ ഫോം വഴി ഈ ഒരു പ്രസ്ഥാനത്തിന്റെ പിന്തുണ തേടിയപ്പോൾ 10,000-കണക്കിന് യുവാക്കളാണ് പെട്ടെന്ന് അതിന്റെ പിന്നിൽ അണിനിരുന്നത്. പ്രസ്ഥാനത്തിന് അവരിട്ട പേര് തന്നെ കൗതുകകരവും അതേസമയം രാഷ്ട്രീയ പരിഹാസം നിറഞ്ഞതുമായിരുന്നു. തൊഴിലില്ലാത്ത യുവാക്കൾ പത്രപ്രവർത്തനത്തിലേക്കും ആക്ടിവിസത്തിലേക്കും തിരിയുന്നതിന് എതിരെ അവരെ പാറ്റകളോടും പരാന്നഭോജികളോടും ഉപമിച്ചുകൊണ്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നടത്തിയ പരാമർശമാണ് ആ പേരിന് ആധാരമായത്. പിന്നീട് വ്യാജ ബിരുദമുള്ളവരെ ഉദ്ദേശിച്ചാണ് താൻ അങ്ങനെ പറഞ്ഞതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയെങ്കിലും ഭരണകക്ഷിയായ BJPയുടെ പേരിനെ പരിഹസിച്ചുകൊണ്ട് ക്രോക്രോച്ച് ജനതാ പാർട്ടി എന്ന് തങ്ങളെ തന്നെ വിശേഷിപ്പിച്ചു യുവാക്കൾ. സമരസ്ഥലങ്ങളിൽ പാർട്ടികളുടെ വേഷമണിഞ്ഞാണ് പ്രതിഷേധത്തിന് അവർ അണിനിരുന്നത്. തങ്ങളുടെ ഭാവി നിർണയിക്കുന്ന പരീക്ഷകളുടെ സുതാര്യതയിൽ വിശ്വാസം നഷ്ടപ്പെട്ടതാണ് യുവാക്കളെ ഒടുവിൽ തെരുവിലിറക്കിയത്. മെയ് 3-ന് 22.8 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ എഴുതിയ നീറ്റ് മെഡിക്കൽ പ്രവേശന പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നതായി തെളിഞ്ഞതിനെ തുടർന്ന് സർക്കാർ അത് റദ്ദാക്കിയിരുന്നു. കടുത്ത മാനസിക സമ്മർദ്ദത്തിലായ വിദ്യാർത്ഥികൾ ആഴ്ചകൾക്ക് ശേഷം വീണ്ടും പരീക്ഷ അവർക്ക് എഴുതേണ്ടി വന്നു. ഈ തട്ടിപ്പും പരീക്ഷാ റദ്ദാക്കലും സൃഷ്ടിച്ച മാനസിക വിഷമം താങ്ങാനാവാതെ 20ഓളം വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തതായി സംഘടന ആരോപിക്കുന്നു. വിദ്യാർത്ഥി പ്രക്ഷോഭം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനും വിദ്യാഭ്യാസ പരിഷ്കർത്താവുമായ സോനം വാങ്ചുക് ജന്തർ മന്ദറിലെത്തി സമരത്തിന് പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത്. തുടർന്ന് പരീക്ഷാ സമ്പ്രദായങ്ങളിലെ സുതാര്യത നടപ്പിലാക്കാനും ശക്തമായ നിയമ ഭേദഗതികൾ കൊണ്ടുവരാനുമായി അദ്ദേഹം അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു.
പ്രതികൂല കാലാവസ്ഥയും ആരോഗ്യ പ്രശ്നങ്ങളെയും തൃണവൽക്കരിച്ച് 26 ദിവസത്തോളം നീണ്ടുനിന്ന അദ്ദേഹത്തിന്റെ സത്യാഗ്രഹം ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ ജന്തർ മന്ദറിലേക്ക് ആകർഷിച്ചു. പരീക്ഷാ ഏജൻസികളുടെ ഘടനയിൽ മാറ്റം വരുത്തുമെന്നും ഭാവിയിൽ ചോദ്യപേപ്പർ ചോർച്ച തടയാൻ കർശന നിയമനിർമ്മാണം നടത്തുമെന്നും കേന്ദ്ര സർക്കാർ രേഖാമൂലം ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് കേന്ദ്രമന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം നീണ്ട കാലം ഉണ്ടായിരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചത്. പരീക്ഷാ ചോർച്ചയുടെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക, പരീക്ഷ അനിശ്ചിതത്വങ്ങൾ കാരണം മനസ്സ് തകർന്ന് ജീവനൊടുക്കേണ്ടി വന്ന വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുക, സമാധാനപരമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് എതിരെ ചുമത്തിയ FIR-കൾ ഉടനടി റദ്ദാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സമരക്കാർ മുന്നോട്ട് വെച്ചത്. ഡിജിറ്റൽ ലോകത്തെ പ്രതിഷേധങ്ങൾ മാത്രമായി ഇത് ഒതുങ്ങുമെന്ന വിമർശകരുടെ കണക്കുകൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ട് ജൂലൈ 20-ന് 10,000-കണക്കിന് യുവാക്കളാണ് പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയത്. ബാരിക്കേഡുകൾ തകർത്ത് മുന്നേറാൻ ശ്രമിച്ച പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് കണ്ണീർ വാതകവും കടുത്ത ലാത്തിചാർജും പ്രയോഗിച്ചു. വിദ്യാർത്ഥികൾ കെട്ടിയ താൽക്കാലിക കൂടാരങ്ങൾ പോലീസ് പൊളിച്ചു മാറ്റിയെങ്കിലും കനത്ത മഴയും ചൂടും എല്ലാം അവഗണിച്ചുകൊണ്ട് ജന്തർ മന്ദറിലെ വിദ്യാർത്ഥികൾ അഹോരാത്രം സമരം തുടർന്നു. വിദ്യാർത്ഥികൾക്ക് നേരെ നടന്ന പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ വസതിയുടെ മുന്നിലേക്ക് സമരം നീങ്ങിയതും ദേശീയ ശ്രദ്ധ നേടി. വിഷയം വഷളാകുന്നു എന്ന് കണ്ടതോടെ ഭരണകക്ഷിയുടെ ഉന്നത നേതാക്കൾ തന്നെ നേരിട്ട് രംഗത്തിറങ്ങി. വിദ്യാർത്ഥികളെ പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കുകയാണെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും കുറ്റപ്പെടുത്തിയെങ്കിലും പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ നിർബന്ധിതരായി. പ്രതിഷേധം തണുപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ അതിവേഗ നിയമനിർമ്മാണത്തിലേക്ക് കടക്കുകയാണ് ഉണ്ടായത്. പരീക്ഷാ തട്ടിപ്പുകളിൽ ഏർപ്പെടുന്നവർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയുമെന്ന വ്യവസ്ഥ ചെയ്യുന്ന കടുത്ത കരട് ഭേദഗതി ബില്ലിന് കേന്ദ്ര ക്യാബിനറ്റ് അംഗീകാരം നൽകി. കേസുകളുടെ അന്വേഷണവും വിചാരണയും 5 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ നിയമപരമായ പിൻബലമുള്ള ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അർദ്ധരാത്രിയോടെ സോഷ്യൽ മീഡിയ ലൈവ് വന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. അതേസമയം ഇതിനെ ഒരു വൻ ജൻസി വിപ്ലവമായി അതിശയോക്തിയോടെ കാണേണ്ടതില്ലെന്ന് ചൂണ്ടിക്കാണിച്ചവർക്കും കർഷക സമരത്തെ പോലെ ഈ പ്രക്ഷോഭവും പതുക്കെ അടങ്ങിപ്പോവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞവരുടെയും പ്രവചനങ്ങളെ പൊളിച്ച് എഴുതിയിരിക്കുകയാണ് രാജ്യത്തെ യുവത്വം. എങ്കിലും കേവലം പരീക്ഷാ വിഷയത്തിന് അപ്പുറം രാജ്യത്തിലെ നിലവിലെ അവസ്ഥയോടുള്ള യുവാക്കളുടെ പൊതുവായ അമർഷമാണിതെന്നും ചോദ്യം ചെയ്യുവാനുള്ള ആർജവം പുതിയ തലമുറയിൽ ജീവനോടെ ഉണ്ട് എന്നതിന്റെ വ്യക്തമായ തെളിവാണ് കോക്രോച്ച് ജനതാ പാർട്ടി ഉയർത്തിയ പ്രക്ഷോഭം. വിയോജിപ്പിന്റെ ശബ്ദങ്ങളെയും പ്രതിഷേധങ്ങളെയും ഇല്ലാതാക്കാൻ ഭരണകൂടം സകല നിരോധനങ്ങളും അടിച്ചമർത്തൽ മുറകളും പ്രയോഗിച്ചെങ്കിലും അവസാനം യുവത്വത്തിന്റെ നിശ്ചയദാർഢ്യത്തിന് മുൻപിൽ കേന്ദ്ര സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചൊഴിഞ്ഞത് വെറും ഒരു രാഷ്ട്രീയ നീക്കം മാത്രമല്ല, മറിച്ച് അടിച്ചമർത്തലുകൾക്ക് എതിരെ അടിയറവ് പറയാതെ പൊരുതി നേടിയ രാജ്യത്തിന്റെ യുവത്വത്തിന് ലഭിച്ച ചരിത്ര വിജയമാണ്.